ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 28 അധ്യായം 6 വചനം ഇപ്രകാരം പറയുകയാണ്: സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിയമാവർത്തനം 28 അധ്യായം മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. അതിൽ 6 വചനം ഇങ്ങനെ പറയുകയാണ്: നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നമുക്ക് ഇന്നേ ദിവസം ഈ വചനം ഏറ്റെടുക്കാം. നമ്മൾ ഇന്നേ ദിവസം ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും കൈകൾ കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹം കിട്ടുന്ന വലിയൊരു കൃപയുടെ തലമായി മാറട്ടെ. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുന്നതായി മാറുക? നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയും, അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കി അനുഗ്രഹമാക്കി മാറ്റി. എന്തെന്നാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് എൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തോടൊപ്പം ഞാനും ദൈവം എന്നോടും ഒപ്പം ആയിരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വലിയ അനുഗ്രഹമുണ്ട്. ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് ദൈവരാജ്യവേരിൽ നിന്ന് അകന്നകന്ന് വ്യാപരിച്ചിട്ട് വലിയൊരു അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കൺഫ്യൂഷനുകളും തടസ്സങ്ങളും കടന്നു വരുമ്പം അവർ ചോദിക്കാറുണ്ട്, എന്തേ തിരിഞ്ഞു നോക്കി ചിന്തിക്കാൻ ചിന്തിക്കും. അവിടെ തന്നെ തിരിച്ചു പറയും, സിസ്റ്ററെ, ആ നാളുകളിലെ ദൈവത്തോടുള്ള എൻ്റെ സഹവാസം, ജോബദാ പറയുന്ന ദൈവത്തിന്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്റെ മേലുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവിക